മക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ 3-4 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു പാട്ടിലൂടെ അതിൻ്റെ യഥാർത്ഥ വരികളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ദുഃഖത്തിൻ്റെ പാനപാത്രം. നമ്മൾ ഓരോരുത്തരും അത് ശവമടക്കിന് പോകുമ്പോഴാണ് ഈ പാട്ടുകൾ ഭയങ്കര നീട്ടിക്കുറുക്കി അമ്മമ്മമാരും അച്ചാച്ചന്മാരും ഇരുന്നങ്ങ് പാടും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പാട്ടിൻ്റെ വരികളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും താഴ്വരയിൽ നിന്നുകൊണ്ട് മെസ്സേജുകൾ പറയാനും പ്ലഷറിനെക്കുറിച്ചും വെൽത്തിനെക്കുറിച്ചും ഹെൽത്തിനെക്കുറിച്ചും ഈ ഭൂമിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചും മാത്രം പറയാൻ ആഗ്രഹിക്കുന്നവർ. അടുത്തത് കുന്നുകയറാൻ ആരുമില്ല. ഇനി ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം നോഹയെ പോലെ പറഞ്ഞാലും എല്ലാവരും ഒന്നും മനസ്സിലാക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അവസാനം വരെ പിടിച്ചു നിൽക്കണം. പിന്നെ ചിലർ നമ്മളെ മറ്റുള്ളവരോട് ഉപമിക്കാൻ നോക്കും, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ നോക്കും, നമ്മളെ പരിഹസിക്കാൻ നോക്കും. പക്ഷേ നമ്മൾ സത്യം അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാവരും പറയും ഈ സ്ത്രീക്ക് വിനയമില്ല, ഈ സ്ത്രീ അഹങ്കാരിയാണ്, ഈ സ്ത്രീക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ ആഴത്തിൽ ഒരു അധ്യായത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ തന്നെയുള്ളതാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ ഗിവ് അപ്പ്. ഇന്നത്തെ ഈ പാട്ടിൻ്റെ വരികളാണ് ആദ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആ 2 വരിയിൽ തന്നെ എന്തോ എഴുതിയിരിക്കുന്നത്. അപ്പം കയ്യിൽ തരുന്നത് ഈ ഭൂമിയിലാണ് നമ്മുടെ കയ്യിൽ തരുന്നത്. അല്ലാതെ ഇവർ പാടുന്നത് മരിച്ചങ്ങ് അടക്കപ്പെട്ട് അങ്ങ് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പം ആ സമയത്ത് ആ ശവമഞ്ചത്തിനോട് ചേർന്ന് നമ്മൾ പറയാണ്, അപ്പോഴും എൻ്റെ ചക്രം മുന്നോട്ട് ഓടി. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മരിച്ചതിന് ശേഷമുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ എന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ദുഃഖത്തിൻ്റെ പാനപാത്രം ഈ ഭൂമിയിലാണ് മനുഷ്യൻ്റെ കയ്യിൽ തരുന്നത്. അത് സന്തോഷത്തോടെ വാങ്ങുന്ന എത്ര പേരുണ്ട്? അത് സന്തോഷത്തോടെ നിങ്ങൾ വാങ്ങണമെന്ന് നിങ്ങളോട് പറയുന്ന എത്ര പേരുണ്ട്? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് 17 വർഷം മുമ്പ് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ക്യാരി ചെയ്യാനായിട്ട്. എന്നാൽ അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനിടയായി. താഴേക്കെഴുതി പറഞ്ഞ, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. അപ്പം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടാണോ കൂട്ടാളിയായി തീരുന്നത്? ഇവിടെ വെച്ച് തന്നെയല്ലേ കഷ്ടമേൽക്കുന്നത്? ഇവിടെയല്ലേ? ഈ ശരീരത്തിൽ നമ്മൾ അനുഭവിച്ചതിനാണ് പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കുന്നത്. ഇനി ലോകം എന്തു തരും? ആ ആത്മക്ലേശം അതിൽ ഫലം. സൗഭാഗ്യമുള്ളൊരു ജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. എത്ര പേർക്ക് ഇത് പറയാനുള്ള എത്ര നമുക്ക് താല്പര്യമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇത് പറയാനായിട്ട്. ഇനി ഉള്ളിൽ എനിക്ക് എന്തു സുഖം, തേജസ്സേറും കെറൂബുകൾ കൂടാരത്തിനകത്തുണ്ട്, ഷെക്കേനയും ഉണ്ടവിടെ. ഇതെവിടെയാണ് വസിക്കുന്നത്? ഈ ഭൂമിയിൽ നമ്മൾ ആസ്വദിക്കുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൽ ധൂപമുണ്ട്, മേശയിൽ എൻ്റെ അപ്പമുണ്ട്. ഈ പ്രാർത്ഥനയിൽ ധൂപമുണ്ടെന്ന് പറയുമ്പോൾ ഈ ധൂപക്കുറ്റിയും കുന്തിരിക ഇട്ടിട്ട് വീശിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചല്ല. അത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിന്റെ പ്രാർത്ഥനയാണ് ധൂപമായി അവിടെ എത്തേണ്ടത്. ഇത് കുറ്റിയും വീശിക്കൊണ്ട് ഇവിടെ ഇരുന്നാൽ അങ്ങോട്ട് പ്രാർത്ഥന ചെല്ലത്തില്ല. അപ്പം ഈസിയാണല്ലോ, കപ്പ്യാരിങ്ങനെ ഊറ്റിക്കൊണ്ട് നടന്നാൽ മതിയല്ലോ. കുറേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ലോഹയിട്ട് ഒരു ആളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. ഇതാണെന്നാണ് വിചാരം. ഓഷന്മാരായിട്ടിരിക്കാതെ പ്രാർത്ഥനയിൽ ധൂപം. നിന്റെ പ്രാർത്ഥന എവിടെയുണ്ട്? മേശമേൽ അപ്പമുണ്ട്. ഇനി പ്രാകാരത്തിൽ എൻ്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠം അവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ. പ്രാകാരത്തിൽ നമ്മൾ കർത്താവിനെ കണ്ടെങ്കിൽ മാത്രമേ, അവൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ അതിവിശുദ്ധ സ്ഥലവും നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ മനുഷ്യർക്ക്, പഴയ നിയമക്കാർക്ക് ഊതിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു.
ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളായിരുന്നു. അപ്പോഴും പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഊത്തും വേണ്ട, കുന്തിരിക്കവും വേണ്ട, നിന്റെ പുകയും വേണ്ട, നിന്റെ തിരിയും വേണ്ട, നിന്റെ വിളക്കും വേണ്ട, നിന്റെ എണ്ണയും വേണ്ട, നിന്റെ നിലവിളിച്ചുള്ള എഴഞ്ഞിഴഞ്ഞു പോകുകയും വേണ്ട, ഒരു മലയും നീ കയറണ്ട, ആത്മീയമായ മല കയറണം. എന്താണ്? നമ്മളെല്ലാവരും ആത്മീയമായ മല കയറുക എന്ന് പറയുമ്പോഴേ ആ പ്രാർത്ഥന നമ്മുടെ അങ്ങോട്ട് ഉയരണം. ഏത് കഷ്ടമാണോ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്, നിന്ദയും പരിഹാസവും, ചിലരൊക്കെ എത്ര എന്താ പറയുക, നമ്മളെ അങ്ങോട്ട് താഴ്ത്താനായിട്ട് ഇതൊക്കെ വിട്ടിട്ട് ഓടിക്കുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ അവരറിയുന്നില്ല ഇതെല്ലാത്തിനും ട്രെയിനിങ് തന്നിട്ട് ഇറക്കിയിരിക്കുന്നതെന്ന്. സ്തോത്രം. അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ കഷ്ടങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണം. അവിടെ ഒരു പിത്തളത്തൊട്ടിയുമുണ്ട്. ഇതൊക്കെ പഴയ നിയമത്തിലുള്ളതാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളെ നീതീകരിച്ചു. ഇനി ഏത് സമയവും നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് പോയി പ്രാർത്ഥിക്കുവാനുള്ളൊരു പ്രാഗൽഭ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ. ഈ ഒരു സത്യം പള്ളിയിലെ അച്ഛന്മാർ വിളിച്ചു പറയത്തില്ല. പിന്നെയും പോയി നമ്മളിങ്ങനെ ബുക്കിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ കാത്തലിക്സിന് വരെ അവർക്ക് പോലും സുബോധം ഉണ്ടായി. കാരണം മദർ മേരി ഇപ്പം മീഡിയേറ്റർ അല്ലെന്ന് അവർക്ക് മനസ്സിലായി. യേശു കർത്താവ് മാത്രമാണ്. കാരണം പുള്ളിക്ക് ദൈവഭയം വരാൻ തുടങ്ങി. നമുക്കിനി കേൾക്കാം പുള്ളിയും വേഗത്തിൽ സ്നാനപ്പെട്ടതായിട്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതായിട്ട്. ഹല്ലേലൂയ. ക്രൂശ് ചുമക്കാനായി എല്ലാവരെയും എൻകറേജ് ചെയ്യുന്നതായിട്ട്, ഐഡൽ വർഷിപ്പുകളിലേക്ക് ഉടച്ചു കളയാൻ പറയുന്നതായിട്ട് വരും. ഇനി ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ, അത് ഈ ഭൂമിയിലാണ് നമ്മൾക്ക് പകരുന്നത്. സ്വച്ഛജലം വെച്ചുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ഇനി ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടം ഓർക്കുന്നില്ല, എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്ന് കാണണമെന്നേയുള്ളൂ. ഹല്ലേലൂയ. സോ ഈ കൊച്ചുണ്ണി ഉപദേശി ഇത് പാടുമ്പോഴേ, ഇതിൽ ആ മനുഷ്യൻ്റെ അകത്ത് ഈ പാട്ട് ആത്മാവിൽ അത് എഴുതുമ്പോൾ ലോകത്തെ നമ്മൾ ഓർക്കത്തില്ല. ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻഡ്, നമ്മുടെ ഈ ഒരു എക്സ്റ്റെൻഡ് വരുന്നത് വരെയും നമ്മൾ ആത്മീയമായി ചിന്തിക്കുവാൻ നമുക്ക് ആ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. സ്ട്രോങ് പില്ലറായിട്ട് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ചിലപ്പം ഉണ്ടായിരുന്നിരിക്കത്തില്ല. അവിടെ വരെ നമ്മൾ എത്തണം. അത് നമ്മുടെ ട്രെയിനിങ്ങുകളാണ് നമ്മളെ സഹായിക്കുന്നത്. അതിനാണ് ഒറ്റയ്ക്ക് പോകണമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കണം. ഏത് വിഷയം വന്നാലും മറ്റുള്ളവരോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് മാറ്റാതെ അത് നമ്മുടെ വിഷയം. ഒരു എക്സാമ്പിൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസത്തിൽ ഹസ്ബൻഡ് ഒരു ചെറിയ പ്രോബ്ലം വന്ന് മിഡ് നൈറ്റിൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് 7 മണിക്ക് തിരിച്ച് വരുമ്പോൾ ഞാൻ ഇത്രയാണ് ഓർത്തത്. ഞാൻ എന്തൊക്കെ വെപ്പനായിരുന്നു അവിടെ എടുത്തത്. ഞാൻ എടുത്ത വെപ്പൻസ് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണേ എന്നൊന്നും ആരോടും പറയാൻ പോയില്ല. ഇങ്ങനെ പോവുകയാണ്. കാരണം ഇനി എപ്പോഴാണ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് 3-4 പേരോട് മെസ്സേജ് അയച്ചു. ഞാനിങ്ങനെ പോവുകയാണെന്ന് മാത്രം അറിയിച്ചു. കാരണം സൺഡേ മീറ്റിംഗ് ഉള്ളതാണ്, ഒത്തിരി കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് പക്ഷേ കാരണം ഇതിങ്ങനെ പോയെന്ന് മറ്റുള്ളവർ അറിഞ്ഞെങ്കിലല്ലേ ഇതിലെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടി അറിയിച്ചു. അതിനുശേഷം ഞാൻ വരുമ്പോഴേ ഞാൻ ഇമാജിൻ എന്താണ് എൻ്റെ ഹൃദയത്തിലേക്കൊരു തോട്ട്സ് ഇങ്ങനെ വരികയാണ്. എന്താണ് ഞാൻ അവിടെ എടുത്ത വെപ്പൻസ്? ആ ബാറ്റിൽ എടുത്ത വെപ്പൻസ് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം എന്ന പരിചയം ഞാൻ എടുത്തിരുന്നു ഇമ്മീഡിയറ്റ്ലി. കാരണം ഒരു സമയം എത്തിയപ്പോൾ 165 എന്ന BP താഴത്തെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ 105 വന്നു. എപ്പോഴാണെന്ന് നോക്കി, രാത്രി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് കണ്ണടച്ചു പോയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഡോക്ടർ വരുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി. ഹസ്ബൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയപ്പോഴും നമുക്കൊരു ട്രെയിനിങ് ആയിരുന്നു കർത്താവ് തന്നത്. എന്ത് ട്രെയിനിങ് ആണോ, പ്രത്യേകിച്ച് നമ്മുടെ അടുത്തിരിക്കുന്നവരെ തൊടുമ്പോഴാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മളെ എംപവർ ചെയ്യുകയാണ്, നമുക്ക് ട്രെയിനിങ് തരികയാണ്. നമ്മളപ്പോഴും പാനിക് ആവുന്നുണ്ടോ, സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ്? ആ സമയത്ത് ഒരിക്കലും ഞാൻ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവുമെന്ന് പറയുന്നതല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു എന്ന് പറയുന്നതാണ് ഞാൻ കേൾക്കാൻ ആ സമയത്ത് ആഗ്രഹിക്കുന്നത്. എൻ്റെ കൂടെയുള്ള എൻ്റെ സഹോദരങ്ങളെയും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു കുന്ന് കയറുവാൻ കേപ്പബിൾ ആകുവാണെങ്കിൽ അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. സോ ഇപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്ന് കാണണമേ എന്നു ആ പ്രാണപ്രിയനെ ആയിരിക്കണം മുൻപിൽ കണ്ടുകൊണ്ട് ഈ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ നമുക്കും കിരീടം പ്രാപിക്കത്തക്ക രീതിയിൽ അവൻ്റെ വരവെങ്കിൽ അനന്യമായി നിൽക്കുവാൻ നമുക്ക് സാധിക്കും. യൂദയുടെ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം, യൂദയുടെ ലേഖനം എഴുതുമ്പോൾ രക്ഷയെക്കുറിച്ച് എഴുതാനാണ് യൂദ പേനയെടുത്തത്. പക്ഷെ എഴുതി തുടങ്ങുമ്പോൾ ആത്മാവ് ഗൈഡ് ചെയ്തത് മറ്റു രീതിയിലേക്കാണ്. വിശ്വാസത്തിൽ വന്നവർ വെള്ളങ്ങളില്ലാത്ത മേഘം പോലെ വയറിനു വേണ്ടി ഓടുന്ന, അനേകരെ വശീകരിക്കുന്ന കള്ളന്മാരുടെ കൂട്ടത്തെക്കുറിച്ച് സൂക്ഷിച്ചു കൊള്ളാനാണ് വെളിപ്പാട് പുസ്തകത്തിന് മുമ്പ് യൂദയുടെ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നും, വളച്ചു കെട്ടും. അത് അവർക്ക് അവരുടെ തെറ്റല്ല. കാരണം അവരിങ്ങനെ കേട്ടിരിക്കുന്നതും വിശ്വസിച്ചിരിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. യേശു കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ എല്ലാം ഡബിൾ ആകും, ബ്ലെസ്സിങ് ആകും, അത് അഭിവൃദ്ധിയാകും. ഇതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മനസ്സ്, ഹൃദയം പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തെയാണോ സ്നേഹിക്കുന്നതെന്നാണ് കർത്താവ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ ഇമ്പോർട്ടൻസ് ഏതിനാണെന്നാണ് കർത്താവ് നോക്കുന്നത്. അതിനുവേണ്ടുന്ന എല്ലാ ടെസ്റ്റുകളും തന്നെ ദൈവം നിനക്ക് തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ചിലർ പറയുന്നത് പെന്തക്കോസ്തിൽ പോയാൽ അതി പണക്കാരാകാമെന്ന്. ദൈവം അവിടെയും നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ ആകുമ്പോഴും നീ എന്നെ മറക്കുന്നോ? ഇതൊക്കെയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പ്രോസസ്സിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ കുത്തുകൾക്കും ഇൻസ്പിറേഷനുകൾക്കും നല്ല കാര്യങ്ങൾക്കും എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ 12-ാം അധ്യായത്തിലെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സോ ഈ അധ്യായത്തിൽ ഹെരോദ രാജാവ് സീദോർ പ്രദേശക്കാരോട് വലിയ കോപം ഉണ്ടായിരുന്നു. എന്നാൽ അവർ സമാധാനം തേടി രാജാവിൻ്റെ അടുക്കൽ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ദേശത്ത് ആഹാരം ഹെരോദിൻ്റെ രാജ്യത്തിൽ നിന്നായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. സോ അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ സത്യസന്ധമായ സമാധാനം വേണ്ടിയല്ല, ജീവിതത്തിലെ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യരുടെ സഹായം ആശ്രയിച്ചായിരിക്കും സമാധാനം തേടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. അവരൊരിക്കലും ദൈവത്തിനോടുള്ള ആ നിത്യതയെക്കുറിച്ചുള്ള, കർത്താവ് നമുക്ക് തന്ന നിത്യതയെക്കുറിച്ചോ ആ രക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ദൗത്യമുണ്ടെന്നോ ഇതെല്ലാം മറന്നിട്ടാണ് ജനം ആത്മീയതയെ വിട്ടിട്ട് ജഡത്തിന് വേണ്ടി ഓടുന്ന ഒരു അനുഭവമാണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ കാണുന്നത്. സോ ഇവിടെ ഭയങ്കരമായ ഒരു ട്വിസ്റ്റിംഗ് അവിടെ നടന്നിട്ടുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു നിശ്ചിത ദിവസത്തിൽ ഹേരോദ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് ജനത്തോട് പ്രസംഗിച്ചു. എന്താണ്? ഹേരോദ് തൻ്റെ ഭൂമിയിലെ മഹത്വവും അധികാരവും അഹങ്കാരവും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാനായിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് ജനങ്ങളോട് പ്രസംഗിക്കുകയാണ്. ഇന്ന് നമ്മുടെ ആളുകളൊക്കെയും ഈ ഹേരോദിനോട് ചിലപ്പോൾ ഉപമിക്കാൻ പറ്റും. കാരണം അവിടെ ഈ സീറ്റിൽ വരുന്നത് വരെയും ഓക്കെയാണ്. അധികാരം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ വായിലിരിക്കുന്നതാണ് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയുന്നത്, കഴിഞ്ഞ ദിവസത്തിൽ ഒരു പ്രവാചകൻ ഭയങ്കരമായിട്ട് അങ്ങ് പ്രവചിക്കുകയാണ്. അദ്ദേഹം ഈ പ്രാവശ്യം ജയിച്ചതുപോലുമില്ല, നോട്ട് ഈവൻ MLA പോലും ആയില്ല. അപ്പോൾ ഈ മാനുഷികമായി അവരുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇനി നമ്മുടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഈ പൊളിറ്റീഷ്യൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബലമാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഇന്നത്തെ മെസ്സേജിൽ പറയുന്നുണ്ട്. ദയവായി നിങ്ങളിത് കേൾക്കണം. സോ ഹേരോദ് തൻ്റെ ഭൂമിയിലെ മഹത്വവും അധികാരവും അഹങ്കാരവും ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി. സോ ഇതാണ് സത്യമെന്ന് പറഞ്ഞുകൊണ്ട്, ഇതാണ് ഭൂമിയിലുള്ള ശക്തിയാണ് ഏറ്റവും വലുതെന്ന് അവൻ പറയാൻ ആഗ്രഹിച്ചു. സോ പുറത്തുള്ള മഹത്വവും സ്ഥാനവും ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിനയത്തെ മാറ്റി സ്ഥാപിക്കാനാവില്ല. നമുക്ക് പുറത്തുള്ള ഇങ്ങനെ ഷോ ഓഫ് ചെയ്യുന്നതോ ഇതൊന്നും ദൈവത്തിൻ്റെ വിനയത്തെ കാണിക്കുന്നതല്ല. അവരുടെ ചില സെറ്റപ്പുകളും അവരുടെ ചില കാര്യങ്ങളും ഞങ്ങൾ സംതിങ് ആണെന്നും ഷോ ഓഫ് ചെയ്യാനാണ് പലരും ഇന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു, ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമാണെന്ന്. ഹല്ലേലൂയ. മനുഷ്യർക്ക് മനസ്സിലായില്ല. ഇനിയാണ് ട്വിസ്റ്റിങ്ങിലേക്ക് പോകുന്നത്. അവിടെ സ്ഥാനത്തിരുന്നു, അവർക്ക് തിന്നാൻ കിട്ടും, അവർക്ക് ബ്ലെസ്സിങ് കിട്ടും, അവർക്ക് ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം പ്രാർത്ഥിക്കും. ഇദ്ദേഹം അങ്ങനെ വിചാരിച്ചിട്ട് അവനെ പുകഴ്ത്തുകയാണ്. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദം തന്നെയാണെന്ന് പറഞ്ഞിട്ട്. എപ്പോഴെല്ലാം ഭൂമിയിലെ കുറിച്ച് നമുക്ക് എൻകറേജ്മെന്റ് തരുന്നോ അപ്പോഴെല്ലാം ഓർത്തോണം, ഇതെല്ലാം ദൈവത്തിന്റെ ശബ്ദമല്ല, മനുഷ്യന്റെ ശബ്ദമാണെന്ന്. സോ ജനങ്ങൾ ഹേരോദിനെ ദൈവത്തെ പോലെ മഹത്വപ്പെടുത്തുകയാണ്.
എന്നാൽ ഹെരോദ് ആ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സ്വയം ഏറ്റെടുത്തു. ഹല്ലേലൂയ. സോ തന്നെ ഉയർത്തിയപ്പോഴും താൻ ദൈവത്തെയല്ല ഭയക്കുന്നത്, ഈ ലൂസിഫറിനെ പോലെ എല്ലാ മഹത്വവും താൻ എടുക്കാനായിട്ട് തോന്നി. എന്നാൽ ദൈവത്തിന്റെ മഹത്വം ആ മനുഷ്യൻ സ്വന്തമാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭയാനകമായ സിറ്റുവേഷൻ വരാൻ തുടങ്ങി. കാരണം 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തതിനാൽ ഉടനെ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ പുഴുക്കൾ കൊണ്ട് തിന്നപ്പെട്ട് മരിച്ചു എന്ന്. ഹല്ലേലൂയ. സോ ഇന്ന് നമ്മൾ ഓർക്കും, എന്തുകൊണ്ടാണ് ദൈവം മിണ്ടാതെ ഇരിക്കുന്നത്? അപ്പോഴും ദൈവം, ഗോഡ് ഈസ് ഇൻ പേഷ്യൻസ്. ഇത് കൃപായുഗത്തിന്റെ എൻഡ് ടൈമാണ്. വല്ല വിധേനയും എല്ലാത്തിനെയും ഒന്ന് പെട്ടകത്തിലേക്ക് കയറ്റാണ് ദൈവം നോക്കുന്നത്. അതിന് യഥാർത്ഥമായ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നവരുണ്ടോ എന്ന കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മാത്രമുള്ള ആരാധനയും മഹത്വവും അവൻ, ഹെരോദ് എന്ന് പറയുന്ന രാജാവ്, അവനെ തന്നെ വിധിക്കുവാനായി അവൻ ഓപ്പോസിറ്റായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. സോ ദൈവത്തിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. നമ്മളിലൂടെയാണ് അവർ ദൈവത്തെ കാണുന്നത്. സോ നമ്മളെ തന്നെയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കോപം നമ്മളിലേക്ക് വരുമെന്ന് മറക്കണ്ട. അപ്പം ഇതുകൊണ്ടാണ് എല്ലാവർക്കും എന്നോട് ദേഷ്യമാകുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ വിനയം, ഇദ്ദേഹത്തിൻ്റെ ആ സംസാരം, ഇദ്ദേഹത്തിൻ്റെ ആ കൊഴുപ്പിക്കുന്ന ബട്ടറിങ് വാക്കുകൾ കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കഷ്ടവുമില്ല. എല്ലാം ഭയങ്കരമായിട്ടങ്ങ് ഉയർത്തുകയാണ്, ആളുകളെ അങ്ങ് പോഷിപ്പിക്കുകയാണ്, ആളുകളെ അങ്ങ് സന്തോഷിപ്പിക്കുക, എൻകറേജ്, ആരവമാണ്. ഇന്ന് ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നതല്ലേ, ജനക്കൂട്ടം കൂടുവാൻ വേണ്ടി, ബിൽഡിംഗ് പണിയാൻ വേണ്ടി അങ്ങ് ആരവങ്ങളാണ്. പലയിടത്തും ഇൻവിറ്റേഷൻസ് വരികയാണ്, വരൂ വരൂ, ഇവിടേക്ക് വരൂ, ഇവിടെ ആരവം, ഇവിടെ ആരവം. പക്ഷേ ഇതെല്ലാം ദൈവത്തിനെതിരായിട്ടാണ്. കാരണം ബ്ലെസ്സിങ് നമ്മൾ കൊടുക്കുകയാണ്, നമ്മളിലേക്ക് അവരെ നോക്കിക്കുകയാണ്. മഹത്വം ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രീച്ചിങ്ങിലൂടെ, അദ്ദേഹത്തിന്റെ മെസ്സേജിലൂടെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്തിരുത്തുകയാണോ, അതോ ക്രൂശിലേക്ക് നോക്കുവാൻ, ഏത് കഷ്ടത്തിലും നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുക, നിങ്ങൾ വളരുക, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നിങ്ങൾ അനേകർക്ക് വേണ്ടി എഴുന്നേൽക്കണം, നിങ്ങൾ കൃപാവരങ്ങളെ നിറയണം, നിങ്ങൾ എന്നേക്കാൾ ഉപരിയായി ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരുണ്ട്? ഹല്ലേലൂയ. അവർ ഭൗതികത്തെക്കുറിച്ച് പറയത്തില്ല. ഒരു മനുഷ്യനും ദൈവത്തിന്റെ സ്ഥാനം എടുക്കരുത്. ദൈവത്തിന്റെ സ്ഥാനം നമ്മളിലൂടെ ദൈവത്തെയാണ് അവർ കാണേണ്ടത്. സോ അഹങ്കാരം എന്ന് പറയുന്നത് നമ്മളെ നാശത്തിലേക്ക് നയിക്കും. ഈ ഒരു അഹങ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, ആ വീര്യത്തിൽ പറയുമ്പോൾ, ചിലപ്പോൾ വിഗ്രഹങ്ങളെ കണ്ടിട്ട് എന്തുമാത്രം ഹൃദയത്തിൽ ചൂടുപിടിക്കുകയാണ് പൗലോസിന്. യേശു കർത്താവിന് ആലയം, പ്രാർത്ഥനാലയം എന്ന് പറയുന്നത് അവർ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ, മിസ്യൂസ് ചെയ്യുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് ചൂട് പിടിക്കും. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അവർക്കത് കുത്തുകൊള്ളുന്നത് കൊണ്ടാണ്. ഈ ഹെരോദിന് അധികാരമുണ്ട്, പക്ഷെ അവന്റെ അഹങ്കാരം അവനെ നശിപ്പിച്ചു. നമ്മുടെ ഹൃദയത്തെ ദൈവം നന്നായി അറിയുന്നു. മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ മോടിയെ കണ്ടു, മനുഷ്യര് അദ്ദേഹത്തിന്റെ പ്രൗഡിനെ കണ്ടു. പക്ഷേ ദൈവം കണ്ടത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തെയാണ്. ഇതാണ് വ്യത്യാസം. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അവന്റെ ഹൃദയത്തെ നോക്കുന്നു. സോ നമുക്ക് ലഭിക്കുന്ന സ്ഥാനം, നമുക്ക് ലഭിക്കുന്ന കഴിവ്, നമുക്ക് ലഭിക്കുന്ന ബഹുമാനം, നമുക്ക് ലഭിക്കുന്ന കൃപാവരങ്ങൾ, നമുക്ക് ലഭിക്കുന്ന പൊസിഷനുകളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. ഇനി ഒരു ഉദാഹരണം പറയുന്നത്, പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നോഹയെ പോലെ പറയുമ്പോൾ മറ്റുള്ളവർ അത് അനുസരിക്കണമെന്നില്ല. കാരണം ഈ കള്ളന്മാരുടെ പുറകിൽ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന, ബിസി ആയിട്ടിരിക്കുമ്പോൾ അവരെ കർത്താവിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ ടാസ്ക്കാണ്. പക്ഷേ ആ ഞാറിൻ്റെ അകത്തുള്ളതെല്ലാം അന്ത്യസമയമാകുമ്പോഴത്തേക്ക് വന്നിരിക്കും നിശ്ചയമേ. നമ്മളോട് പറഞ്ഞ് നമ്മൾ അവസാനം വരെ ചെയ്യുക. ദൈവം കൂടെയുള്ളവൻ്റെ കൂടെ ലോകമുണ്ടാകത്തില്ല, ദൈവം കൂടെ ഇല്ലാത്തവൻ്റെ കൂടെ ലോകം മുഴുവനും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നെവർ ഗിവ് അപ്പ്. സോ സഭാപ്രസംഗി 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ, വല്ലാത്ത വലയിൽ പിടിപ്പെടുന്ന മത്സ്യങ്ങളെ പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നു കൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു.
സോ ഈ കള്ളൻ പ്രവാചകന്മാരുടെ ഈ ലോകത്തിലായിരിക്കുന്ന ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുന്ന എല്ലാവരും മണവാട്ടികളെ, ദൈവത്തിൻ്റെ മക്കളെ മീൻ വലയ്ക്കകത്ത് പിടിക്കപ്പെടുന്നത് പോലെയും കെണിയിൽ പെട്ടുപോകുന്ന പക്ഷികളെ പോലെയും മനുഷ്യൻ ദുഷ്ടകാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോവുകയാണ്. സോ ആ കെണിയിൽ കുടുങ്ങിപ്പോയവരെയൊക്കെ റെസ്ക്യൂ പരിശുദ്ധാത്മാവ് ചെയ്യും ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കിയിരിക്കുന്നത്. ടാസ്ക് ഭയങ്കര വലുതാണ്, പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് പോലെ കുന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എല്ലാവരും താഴെ നിന്നങ്ങ് ഭയങ്കര പ്രവചനവും ബ്ലസ്സിങ്ങും, വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കൂട്ടപ്രാർത്ഥനയും അങ്ങോട്ട് പ്രാർത്ഥനയും സൂമി പ്രാർത്ഥനയും മൈക്കി പ്രാർത്ഥനയും, ആഴ്ചയിൽ അവിടെ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥന, അവിടെ കൺവെൻഷൻ ഇവിടെ കൺവെൻഷൻ, അവിടെ വിടുതൽ പ്രയർ, ഇവിടെ കേഴ്സിംഗ് പ്രയർ വിടുതൽ, അവിടെ ബ്രേക്ക് ത്രൂ പ്രയർ എല്ലാം ചെയ്തുകൊണ്ട്. പക്ഷെ ഇവരുടെ ഹൃദയത്തിൽ അൾട്ടിമേറ്റ്ലി എന്താണെന്ന് നമ്മൾ അറിയുന്നുണ്ടോ? സിംഹത്തെ പോലെ ആയിരിക്കും അവരുടെ ഹൃദയം ഇരിക്കുന്നത്. നീ കൊടുക്കേണ്ടതൊന്ന് കുറഞ്ഞാലുണ്ടല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ അറിയുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളിൽ പെട്ടുപോയൊരു പാസ്റ്ററാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകാൻ ദൈവം അവസാനം ഒരു അവസരം ഒരുക്കി. വർഷങ്ങൾക്ക് ശേഷം 25ഓളം വർഷം കഷ്ടപ്പെട്ടു ആ ദേവദാസൻ. അദ്ദേഹം ഒരു സൂം മീറ്റിംഗ് തുടങ്ങി നാട്ടിൽ പോയിട്ട്. സൂം മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പ്രശസ്തനായ പ്രവചിക്കുന്ന ഭാവി കാലത്തെ അന്ത്യകാലത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ഒരു അദ്ദേഹത്തെയും ദേവദാസൻ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഈ ഹൃദയത്തിൽ ദ്രവ്യാഗ്രഹം കൊണ്ട് നടക്കുന്നതെല്ലാം ഞാൻ കൈനോട്ടക്കാരനെ പറയത്തുള്ളൂ. അവരെന്ത് ചെയ്തു? ഈ മനുഷ്യനെ ഒരു സൂം മീറ്റിങ്ങിന് വിളിച്ചു. അദ്ദേഹം ഒരു കൺവെൻഷൻ പോലെ സൂം മീറ്റിംഗ് നടത്തി. അതിനുശേഷം മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പൈസ ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, ഈ ദേവദാസൻ്റെ കയ്യിൽ പൈസ കൊടുക്കാനില്ല. അദ്ദേഹമേ പലവരുടെയും വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ പൈസ ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നപ്പോൾ ശരിക്കും വല്ലാത്ത താഴ്ത്തിക്കെട്ടിക്കൊണ്ട്, അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ മുറിച്ചുകൊണ്ട്, ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു മെസ്സേജ് അയക്കാനിടയായി. സോ ഇദ്ദേഹം പിറ്റേന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു. ഈ ദേവദാസൻ, ഞാൻ ഒത്തിരി മുറിഞ്ഞിരിക്കുകയാണ് എൻ്റെ ഹൃദയം. സിസ്റ്ററിന് എന്നെക്കുറിച്ച് അറിയാമല്ലോ, അപ്പം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തെ ഞാൻ പ്രാർത്ഥിക്കാനല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു, ഞാൻ അദ്ദേഹത്തെ വാക്കിലൂടെ ബലപ്പെടുത്തി, വചനത്തിലൂടെ ബലപ്പെടുത്തി, എൻകറേജ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അതൊരു ട്രെയിനിങ് ആയിട്ട് കാണുവാനിടയായി. കാരണം ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മളെയൊക്കെ ആക്കിയിരിക്കുന്നത് വളരെ ശക്തമായി ദൈവത്തിന്. പക്ഷേ എപ്പോൾ ഞാൻ പാസ്റ്ററായോ ഇവരെ ഒന്നും ഞാൻ കാണാറില്ല. എല്ലാവരും ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. സ്തോത്രം. എനിവേ, ദൈവം ആ ടെറിട്ടറി എൻലാർജ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മളിൽ നിന്നെടുത്തങ്ങ് മാറ്റും. നമ്മളതിന് പോവുകയൊന്നും വേണ്ട, ദൈവം തന്നെ ചെയ്തോളും. നമ്മുടെ സംസാരങ്ങൾ കുറയും, നമ്മുടെ ആഗ്രഹങ്ങൾ കുറയും. പിന്നെ നമുക്കൊരു ഫോക്കസേ ഉള്ളൂ. എങ്ങനെയും കുന്ന് കയറുക, അനേകരെ കുന്നുകൾ കയറുവാൻ ട്രെയിനിങ് കൊടുക്കുക, നമ്മളും എത്തിച്ചേരുക അവിടേക്ക്. ഒരു പിതാവ് തന്നൊരു ദൗത്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോഴാണ് നമ്മുടെ സംസാരങ്ങൾ കുറയുന്നത്. ഒരു വ്യക്തി നമ്മളോട് വന്ന് കലബല പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ദൈവമായിട്ടുള്ള ആ ഇൻറ്റിമസി കുറഞ്ഞു വരുവാണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു സാക്ഷ്യമായിട്ട് പറയുകയാണ്, നമ്മൾ കടന്നുപോയ അനുഭവത്തിലൂടെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. അല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ എംപവർ ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യുക, റൈറ്റ് പാത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ കഴിഞ്ഞ മാസത്തിൽ കണ്ട വിഷൻ പോലെ ആ നദി സ്ലോയിലാണ് ഒഴുകി വരുന്നത്. പതുക്കെ നമ്മൾ ഓരോരുത്തരും റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കയറ്റേണ്ടവരെയൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കുന്നിലേക്ക്. അവരവരുടെ വിഷയങ്ങളെ, ആത്മഭാരത്തെ അവർ തന്നെ പുരോഹിതന്മാരാണ് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എഴുന്നേൽപ്പിൻ, നാം പോകാം. എത്ര പേര് അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്? ഈ സമയത്ത് ദൈവദാസന്മാർ മാക്സിമം ടൈം അതിനാണ് എടുക്കേണ്ടത്. ഇന്നലെ നമ്മൾ കണ്ടു, നിങ്ങൾ ന്യൂസിൽ കണ്ടായിരിക്കും, ഞാനായിരിക്കുന്ന രാജ്യത്തിലെ ഇവിടുത്തെ ന്യൂക്ലിയർ, എനിക്കറിയാം എന്താണെന്ന്, കൂടുതൽ പറയാൻ പറ്റില്ല എനിക്ക്. അവിടെ മിസൈൽ വീണു. 2 അടിച്ചതിലെ 2 നശിപ്പിക്കാൻ പറ്റി. പക്ഷേ 1 അവിടെ എവിടെയോ വീണു. ചെറുതായിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. സോ നമ്മളാരും സേഫായിട്ടുള്ളൊരു സോണിലല്ല ഇരിക്കുന്നത്. ഇന്റേണലി ഭയങ്കരമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം യേശു കർത്താവിനെ പ്രതിയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു അമേരിക്കയിൽ നടക്കുന്നത് എന്താണെന്ന്. ഇന്ന് സൺഡേ ആണ് അവിടെ. അപ്പോൾ അവിടെ എല്ലാവരും ഗ്യാദർ ചെയ്യുന്നത്
ദൈവത്തിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് ട്രംപിന് കൊടുത്തിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇസ്രായേലിനെ എന്നും എതിരാണ്, എന്നും എല്ലാവരും ശത്രുവാണ്. അപ്പോൾ നമ്മളും ഈ നോഹയെ പോലെ നമ്മളെ ആരെ അറിയുന്നു ആരെ അറിയുന്നില്ലയോ, നമ്മളെ സൃഷ്ടാവ് അറിയുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ പെട്ടകത്തിൻ്റെ അകത്ത് നമ്മളിലൂടെ കയറ്റേണ്ടവരെയൊക്കെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത്രമാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ ചെയ്തതിനാണ് നമുക്ക് പ്രതിഫലം. അവൻ പറഞ്ഞത് ചെയ്തതിനാണ് നമുക്ക് പ്രതിഫലം. അവൻ പറയാത്തതൊന്നും നമ്മൾ ചെയ്യണ്ട. സ്ലോ ആൻഡ് ഗോ. ഹല്ലേലൂയ. പക്ഷെ അവൻ്റെ ഡയറക്ഷൻ, അവൻ്റെ പ്രൊട്ടക്ഷൻ, അവൻ്റെ നീതി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത്. അപ്പോഴാണ് നമ്മളൊരു വലിയ പ്രശ്നം വരുമ്പം ഒറ്റയ്ക്ക് നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നത്. എത്രയോ പേര് പരിചയപ്പെടും, ചുരുക്കം ചില്ലറേ നിൽക്കത്തുള്ളൂ ഇതിനകത്ത്. കാരണം ഇത് കേൾക്കാൻ തയ്യാറല്ല എല്ലാവരും. എല്ലാവരും ഈ പുരുഷാരം വന്ന് തിന്നിട്ട് പോകുമ്പോൾ യേശു പറയുന്നില്ലേ, പോകേണ്ടവർ പൊയ്ക്കോളൂ. അതാണ് പ്രശ്നം. ഇനി നമ്മൾ നോക്കുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ, ഞാൻ സൂര്യന് കീഴെ ഇങ്ങനെയും ജ്ഞാനം കണ്ടു, അത് എനിക്ക് വലുതായി തോന്നി. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു, അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിൻ്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു, അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതുവന്നു. സൂര്യൻ്റെ കീഴിൽ ജ്ഞാനത്തിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു കഥ ശലോമോനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. സൂര്യൻ്റെ കീഴിൽ ഞാൻ കണ്ടൊരു ജ്ഞാനത്തിൻ്റെ ഉദാഹരണം ശലോമോൻ പറയാണ്, എന്നെ ഭയങ്കരമായിട്ട് അത് അതിശയിപ്പിച്ചു എന്ന്. 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കുറച്ച് ആളുകൾ മാത്രമുണ്ടായിരുന്ന ഒരു ചെറിയ പട്ടണത്തെ ശക്തനായ രാജാവ് വളഞ്ഞാക്രമിച്ചു. സോ രാജാവ് നോക്കുമ്പോൾ കുറച്ചാളുകളേ ഉള്ളൂ. താൻ ബലവാനാണ്, എന്തും ചെയ്യാം അവരെ. കാരണം അവരോട് ചോദിക്കാനും പറയാനും ആളില്ലല്ലോ. എന്തും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഈ പാവം പിടിച്ച ജനങ്ങളിലേക്ക് ചൂഷണം ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ഇവർ സംഘം ചേർന്ന് സംസാരിക്കും, ഈ കള്ളന്മാരെല്ലാം കൂടെ. ഇതാണ് ട്രെൻഡ്. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. ഞാൻ ആയിരുന്ന സ്ഥലത്ത് നാളുകൾക്ക് മുമ്പ് വിസിറ്റിങ്ങിന് വരുമ്പോൾ അവരുടെ ടാസ്ക് ഒന്ന് മാത്രമാണ്, ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നവരുടെ ഭവനങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചർച്ചിലാണെങ്കിലും അവസാനം അവരെ ഫോക്കസ് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അവരെല്ലാം വശീകരിച്ചെടുക്കുക. എന്നിട്ട് ഒരു 10-20 ലേഡീസോ ജെൻസോ അവരെ കയ്യിലെടുക്കുക. എന്തിനാണ്? പിന്നീട് ഇവർക്കെല്ലാം നാട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാം 10-20 പേരിലെ ഒരു 2 പേരെങ്കിലും മാസം എന്തെങ്കിലും ഇൻകം അയച്ചുകൊണ്ടിരിക്കും നിരന്തരം. ഇങ്ങനെ ചൂഷണം ചെയ്ത് അവരെ ദൈവത്തിൽ നിന്ന് മാറ്റി ദ്രവ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ദൈവത്തിൽ നിന്ന് മാറ്റുന്നവർക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ രാജാവ് വന്ന് ചെറിയൊരു പട്ടണമായതുകൊണ്ട് അതിനെ അങ്ങ് വളയും. വളരെ സൂക്ഷിക്കണം. ഉത്തമഗീതത്തിൽ പറയുന്നു, പൂത്തിരിക്കുമ്പോഴാണ് കുറുക്കൻ വന്ന് ചവിട്ടി തേക്കുന്നത്. പൂക്കാനായിട്ട് എത്ര കഷ്ടപ്പെട്ടു. ഒരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്ര പാടുള്ള കാര്യമാണ്. പിതാവ് ആകർഷിക്കണം, അവരതിനെ അക്സെപ്റ്റ് ചെയ്യണം, അവരേതെല്ലാം പ്രതികൂലത്തിലൂടെ പോയി. പക്ഷെ അവരെ വളർത്താൻ ആരുമില്ല. എങ്ങനെ നശിപ്പിക്കാനായിട്ട് ചില കുറുക്കന്മാർ ഇറങ്ങിത്തിരിക്കും ഫാൻസി ഡ്രസ്സ് വെച്ചിട്ട്. നമുക്ക് ടൈം പാസ്സായിട്ട് തോന്നും, അന്നേരത്തെ സന്തോഷമേ ഉള്ളൂ. പിന്നീട് അത് വലിയ കഷ്ടത്തിലേക്ക് നമ്മളെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടിടും, തള്ളിയിടും. അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, അയ്യോ ഞാൻ എന്ത് നേടിയെന്ന്. ആക്ച്വലി എന്ത് നേടിയെന്ന്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഇമ്പോസിബിളായിട്ട് തോന്നും, അസാധ്യമായിട്ട് തോന്നും. സംടൈംസ് അവർ ലൈഫ് സിറ്റുവേഷൻസ് ഓൾസോ ലുക്ക് ഇമ്പോസിബിൾ ആയിട്ട് നമുക്ക് തോന്നും. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. വാവ്, ഒരു സാധുവ, പക്ഷേ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു. അവന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിക്കാനിടയായി. എന്നാൽ പിന്നീട് ആരും അവനെ ഓർത്തില്ലെന്ന. ആ സാധു മനുഷ്യനെ പിന്നെ ആരും ഓർത്തില്ല. ജ്ഞാനം ബലത്തേക്കാൾ നല്ലത് തന്നെ, എങ്കിലും സാധുവിന്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു. അവന്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിലൂടെ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ജ്ഞാനം എന്ന് പറയുന്നത് സമ്പത്തുകളേക്കാൾ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമുക്ക് രക്ഷ തരുന്നതാണ്, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. താമസമുണ്ട്, പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഓരോ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കയറണം. കഷ്ടത, സഹിഷ്ണുത, സിക്തത, പ്രത്യാശ. എന്നാൽ ലോകം വിനയമുള്ളവരെയും ദരിദ്രരെയും പലപ്പോഴും മറക്കുന്നു. ഹമ്പിളായിട്ടിരിക്കുക എന്നാൽ എന്ന് വെച്ചാൽ ജ്ഞാനത്തോടുകൂടി നോഹയെ പോലെ പറയുമ്പോൾ അവരെ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. മനുഷ്യർ വില കൊടുക്കാത്തപ്പോഴും ദൈവം ജ്ഞാനത്തെ വിലമതിക്കും. കാരണം ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്.
ഇന്നത്തെ ദിവസത്തിൽ ആരാണ് ഇത് ഇഷ്ടപ്പെടുന്നത്? 16-ാമത്തെ വാക്യത്തിൽ കൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശക്തിയേക്കാൾ ജ്ഞാനം നല്ലത്. ശലോമൻ പറയാണ്, എങ്കിലും ദരിദ്രന്റെ ജ്ഞാനം അവഗണിക്കപ്പെടുകയും അവന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ട്രൂ വിസ്ഡം ഈസ് ഗ്രേറ്റർ ദാൻ ഫിസിക്കൽ പവർ. യഥാർത്ഥ ജ്ഞാനം ശരീരശക്തിയേക്കാൾ, ഈ ഭൂമിയിലുള്ള ശക്തിയേക്കാൾ മഹത്വമാണ്. ചിലർ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കും, നമ്മളോ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കും. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഏലിയാവിൻ്റെയാണ്. ഇവിടെ ഇത് പറഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാം. ഒരു ദരിദ്രനായിരിക്കും പക്ഷെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ രക്ഷിക്കാൻ അവനെ കൊണ്ട് കഴിയും. അന്ന് വരെ ആ മനുഷ്യനെ ആരും അറിയത്തില്ല. അദ്ദേഹം രക്ഷിച്ചു, പിന്നെയും ആരും അറിയത്തില്ല. പക്ഷെ അവനെ ദൈവം അറിയുന്നു, അനന്യാസിനെ പോലെ. നമ്മളിൽ അങ്ങനെ ഒരു ജ്ഞാനം നമ്മളിൽ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാക്ക് ഓഫ് നോളജ് ഡെവിൽ വിൽ ഡിസ്ട്രോയ് അസ്. ദൈവം സാധാരണക്കാരിലൂടെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മീൻപിടുത്തക്കാരിലൂടെയാണ് ദൈവം ശിഷ്യന്മാരാക്കിയത്. ജ്ഞാനികളെ ഭോഷന്മാരാക്കുന്ന സമയമാണിത്. സോ അതുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഈ നമ്മളെ കഴുതകളെ ആക്ടിവേറ്റ് ആക്കാൻ നോക്കണം. നമ്മുടെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുമ്പോൾ അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കാൻ പറ്റും. സദൃശവാക്യം 21:1 പറയുന്നത് പോലെ ഗോഡ്സ് പ്ലാൻ, അവൻ്റെ അപ്രമേയമായ ആ വിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോഴാണ് അവനെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു വാക്കായിരിക്കും, പക്ഷേ ഒരുവനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും നമുക്ക്. സോ നമ്മൾ കാണുന്നുണ്ട് ഇസബേലിനെ പേടിച്ച് 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1 Kings chapter 19 ഇസബേലിനെ പേടിച്ച് ഓടുന്ന ഏലിയാവിനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെട്ട് യഹൂദക്കൾക്കുപ്പെട്ട ബേർഷബയിൽ ചെന്ന് അവിടെ അവൻ ബാല്യക്കാരനെ താമസിപ്പിച്ചു. സോ താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെഴിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആ ദൂതൻ അവിടെ ഏലിയാവിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവന് കഴിക്കുവാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇനിയും നിനക്ക് ഒരു ഓട്ടമുണ്ടെന്ന് അവനോട് പറയുന്നുണ്ട്. ഹോറേബോളം നടന്നു എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ദൈവമക്കളെ. നമ്മൾ തളരുമ്പോൾ ദൈവത്തിൻ്റെ കരം നമ്മളെ സഹായിക്കണം. ദൈവത്തിൻ്റെ കരം നമ്മൾ പോയിട്ടല്ല, ദൈവം അയച്ചിട്ടൊരു പ്രവാചകൻ വരുന്നതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അവനോട് ചേർന്നിരിക്കുമ്പോൾ അവനിൽ നിന്ന് വരുന്ന സഹായം, അവനിൽ നിന്ന് വരുന്ന പ്രൊട്ടക്ഷൻ, അവനിൽ നിന്ന് വരുന്ന ജ്ഞാനം, അതാണ് ഏറ്റവും വലുത്. ഇവരുടെ മുമ്പിൽ പോയിരുന്ന് നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇവരൊക്കെ ഇങ്ങനെ വേളം വെച്ചിട്ട് പോകത്തേ ഉള്ളൂ, നരക തുല്യമാക്കത്തേ ഉള്ളൂ നമ്മളെ. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അത് കാത്തിരിക്കുകയാണ് ഏലിയാവ്. പക്ഷേ കാറ്റ് വന്നിട്ടും അവനകത്ത് ദൈവമില്ല. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. നമുക്ക് കേൾക്കുമ്പോൾ ഈസിയായിട്ട് തോന്നും കാറ്റ്, ഭൂകമ്പം, ഇടിച്ച് നമ്മളെ പറത്തിക്കൊണ്ടുപോകും. പക്ഷെ ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മേശെക്കിന്റെ മരുഭൂമിയിൽ വഴിയായി മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ ആരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. സോ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് മറ്റുള്ളവരെ അഭിഷേകം ചെയ്യാനായിട്ടാണ്. സോ ഇതൊരു ചെറിയ ടാസ്ക് അല്ല, ഇതൊരു വലിയ പ്രവൃത്തിയാണ്. നമ്മൾ എപ്പോഴെങ്കിലും വലിയൊരു ഈറ്റുനോവിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ അനുഭവമാണ്, ഓർത്തോണം, മറ്റൊരു ബ്ലെസ്സിങ് നമ്മുടെ മുമ്പിലിരിക്കും. നമുക്കൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു ദൗത്യം, ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൗത്യം നമ്മൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് തരുന്നു, നമ്മൾ മറക്കരുത്. നമ്മൾ മരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം അനുവദിക്കുന്ന സമയത്തേ നമുക്ക് മരണമുള്ളൂ. നമ്മൾ മതി കർത്താവേ, ഐ എം ഗോയിങ് ടു ഗിവ് അപ്പ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി.
മനുഷ്യൻ്റെ ഉള്ളത്തിൽ വീണ ആ വിത്ത് വളരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. ഒരു വിത്ത് വീണാൽ പിന്മഴയ്ക്കും മുൻമഴയ്ക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കണം, മിണ്ടാതിരിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. അപ്പോൾ നമ്മൾ ഈ പാട്ടിലൂടെ, സഭാപ്രസംഗിയിലൂടെ, അപ്പോസ്തല പ്രവൃത്തിയിലൂടെ, ഏലിയാവിൻ്റെ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലൂടെ നമ്മൾ അതിന് മുമ്പ് ഏലിയാവിനെ കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ട്രിബുലേഷൻ വരുമ്പോൾ വീണു പോവുകയാണ്, ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് മൈറ്റി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി അതിൽ പോയി നമ്മൾ ഇമ്പോർട്ടൻസ്, അതെല്ലാം നടക്കണം, അതെല്ലാം വേണം. മർക്കോസ് സുവിശേഷത്തിൽ വ്യക്തമായി പറയുന്നു, അവസാനത്തെ വാക്യത്തിൽ, അവൻ ശിഷ്യന്മാരുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് വചനത്തെ ഉറപ്പിക്കാനാണ്. അപ്പോൾ ദൈവത്തിലേക്ക് ഇവരെ ഉറപ്പിക്കുവാനായി നമ്മുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാറണം. അല്ലാതെ ഇവർ ദൈവത്തെ മറന്നു. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത് ആളുകൾ ഇത് പറയുമ്പോൾ. കാരണം അവർ ഇരുന്ന സ്ഥലത്തു നിന്ന് അവർക്കൊരു ഇളക്കം വരുമ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ നമുക്ക് എതിരായി നിൽക്കും. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. കഴുകനെ പറക്കുവാൻ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് അമ്മ. തള്ളി താഴെയിടും, സുഖങ്ങൾ കൊടുക്കത്തില്ല, കല്ലുപോലുള്ള മൃദുവായതെല്ലാം മാറ്റും. എന്തിനാണ്? അത് അവിടുന്ന് ഇളകാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്ന് പറപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് ഇനി എത്ര ഉയരത്തിൽ പറക്കാനുള്ളതാണ്, അതെത്ര ദർശനമുണ്ടാകേണ്ടതാണ്, അതിന് 5 കിലോമീറ്റർ വരെ കാണേണ്ടതാണ്. അത് കാക്കകളുടെ കൂടെ പറക്കാനുള്ളതല്ല, കോഴികളുടെ കൂടെ നടക്കാനുള്ളതല്ല, അത് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കിടക്കാനുള്ളതല്ല. അത് സ്റ്റോംസിനെ ഇഷ്ടപ്പെടേണ്ടതാണ്. ഈഗിൾ ലവ് സ്റ്റോംസ്. യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ ചിറകടിച്ചുയരും, അവർ ക്ഷീണിക്കുകയില്ല, തളർന്നു പോകുകയില്ല, അവർ പറക്കുക തന്നെ ചെയ്യും. അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപമാകുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു കുന്നു കയറുവാൻ? അതോ ഈ കള്ളന്മാരുടെ പ്രവചനത്തിൻ്റെയും ബ്ലെസ്സിങ്ങിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പുറകെ പോയി നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. നമുക്ക് ദൈവമായിട്ട് കൂടുമ്പോഴേ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. പക്ഷെ അവൻ്റെ കൃപ നമ്മുടെ കൂടെയിരിക്കും. അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും. 17 വർഷമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അമേസിങ് ഗ്രേസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന സങ്കീർത്തനം 91. സോ ഈ കർത്താവെന്ന ആ ഒരു വചനമെന്ന വിത്ത് നമ്മുടെ ഉള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അത് വളരണം, അത് ദിനം പ്രതി വർദ്ധിക്കണം. രക്ഷയ്ക്ക് പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. സോ നമ്മൾ തോറ്റവരല്ല, നമ്മൾ ജയിച്ചവരാണ്. യുദ്ധമുണ്ട്, പക്ഷെ നമ്മളെ ജയിക്കത്തുള്ളൂ. അനേക ദിവസം യുദ്ധമുണ്ടായി, പക്ഷേ ദാവീദ് ഗൃഹം ശക്തി പ്രാപിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ നീ നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കേട്ട ഈ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ജ്ഞാനികൾ ഏറെയുണ്ടെങ്കിലും ദൈവമേ, നീ ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ലല്ലോ, ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ മാറ്റി, ബഹളങ്ങളിൽ നിന്ന് മാറ്റി, അന്ത്യകാലത്തിൽ ഈറ്റുനോവ് അനുഭവിക്കുന്ന ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ കർത്താവേ. പിതാവിൻ്റെ മനസ്സിനെ അറിഞ്ഞ ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ കർത്താവേ. എല്ലാവരാലും ത്യജിക്കപ്പെട്ടവരാണെങ്കിലും ഒറ്റപ്പെട്ടവരാണെങ്കിലും കൂട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഓടാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ശിഷ്യന്മാർ കടന്നുപോയതുപോലെ, യേശു കർത്താവ് കടന്നുപോയല്ലോ, ഗത്സമനയുടെ അനുഭവം വരുമ്പോഴും കർത്താവിൽ തന്നെ ആശ്രയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. അതിനുവേണ്ടി ഒരുങ്ങേണ്ടവരെ എഴുന്നേൽപ്പിച്ചതിനായി സ്തോത്രം. അതിനുവേണ്ടി നീ കണ്ടവർക്കായി സ്തോത്രം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അമ്മേ കർത്താവേ, നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടുന്ന കൃപയും ബലവും ശക്തിയും നീ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ മഹത്വവും നിനക്കപ്പ. ഹല്ലേലൂയ. ടേക്ക് ഫുൾ കൺട്രോൾ ഹോളി സ്പിരിറ്റ്. അന്ത്യകാലത്തിൽ ഞങ്ങളെ ഉണർവിനായി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ഞങ്ങളെ തന്നെയും സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം. ഐ ബ്ലസ് എവരി വൺ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രാർത്ഥിക്കുവാൻ പ്രാകാരത്തിൽ മാത്രമല്ല അതിവിശുദ്ധ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. കർത്താവിൻ്റെ ശക്കൈനയിൽ നടക്കുവാൻ സഹായിക്കണം. അന്ധകാരത്തിലിരിക്കുന്ന ജനത്തിന് ഞങ്ങളൊരു വെളിച്ചമാകട്ടെ. മരുഭൂമിയിലിരിക്കുന്ന ജനത്തിന് ഞങ്ങളൊരു വെളിച്ചമാകട്ടെ, ഒരു ശബ്ദമാകട്ടെ. നഫ്താലിയിലും ഗദരദേശത്തുമൊക്കെ ഇരിക്കുന്ന ജനത്തിലേക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഹോറബാല വശാന്തരേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് അതിന് ഞങ്ങളെ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വി ടേക്ക് വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. നെവർ നെവർ ഗിവ് അപ്പ് ദൈവമക്കളെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ എപ്പോഴും മഹത്വപ്പെടുവാൻ, നമ്മുടെ ഓരോ പ്രവൃത്തിയും അവനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കട്ടെ, അവനിലേക്ക് ജനത്തെ നയിക്കുന്നതായിരിക്കട്ടെ. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു. നെവർ ഗിവ് അപ്പ്. ജീസസ് ലവ്സ് യു.